നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിലേക്ക്. നാളെ 2026 മെയ് മാസം 30 ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായി ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത ഒട്ടുമിക്ക പദ്ധതികളും സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ നിലവിലെ യഥാർത്ഥ സ്ഥിതി വ്യക്തമാക്കാൻ ധവളപത്രം പുറപ്പെടുവിക്കുമെന്ന് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അറിയിച്ചു. മാനുഷിക മൂല്യങ്ങളിലൂന്നിയ സമീപനമായിരിക്കും സർക്കാരിന്റേതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ നയപ്രഖ്യാപനത്തിലൂടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്കാണ് ഇനി ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോകുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൊതു ഇടങ്ങളെയും കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി സർക്കാർ പ്രഖ്യാപിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവ അവധി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആർത്തവ അവധിയെടുക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോട്ട് പോകാതിരിക്കാൻ വാരാന്ത്യങ്ങളിൽ പ്രത്യേക ക്യാച്ചപ്പ് ക്ലാസുകൾ ഉറപ്പാക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി ഉറപ്പാക്കുമെന്നും ജോലി സ്ഥലങ്ങളിൽ തുല്യവേതനം നടപ്പാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 50-ലധികം സ്ത്രീ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഡേ കെയർ സെന്ററുകളും ക്രഷുകളും നിർബന്ധമാക്കും. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ഥിരമായ അവകാശമാക്കുമെന്നും കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം വിദ്യാഭ്യാസ സഹായം നൽകുമെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി UDF സർക്കാർ പ്രഖ്യാപിച്ചു. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ ചികിത്സാ കവറേജാണ് ലഭിക്കുക. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സാധാരണക്കാരുടെ കണ്ണീരൊപ്പിയ ചരിത്രപ്രസിദ്ധമായ കാരുണ്യ പദ്ധതി നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയായിരുന്നു. ആ കാരുണ്യ സ്മരണകളെ വീണ്ടും ഉണർത്തിക്കൊണ്ടാണ് UDF പുതിയ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയായ ഈ പദ്ധതി സാധാരണക്കാരുടെ ചികിത്സാ ചെലവുകൾക്ക് വലിയൊരു ആശ്വാസമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യവർഗത്തെയും ദരിദ്രരെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഇന്നത്തെ ഭീമമായ ചികിത്സാ ചെലവുകൾ. അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഒരു ക്യാൻസറോ ഹൃദ്രോഗമോ വാഹനാപകടമോ മതി ഒരിടത്തരം കുടുംബത്തിന്റെ ജീവിത സമ്പാദ്യം മുഴുവൻ ഇല്ലാതാക്കാൻ. നിലവിലുള്ള പല സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളും സങ്കീർണമായ ശസ്ത്രക്രിയകൾക്കോ ദീർഘകാല ചികിത്സകൾക്കോ പൂർണ്ണമായും പര്യാപ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കിയാണ് പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിലെ വില കൂടിയ പരിശോധനകൾ, ICU സൗകര്യങ്ങൾ, ക്യാൻസർ ചികിത്സ തുടങ്ങിയവ ഉൾപ്പെടെ ഈ ഒരൊറ്റ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടില്ല എന്ന് ഉറപ്പു നൽകുന്ന ഒരു ജീവൻ രക്ഷാ കവചമായി ഈ പദ്ധതി മാറിയേക്കാം. എങ്കിലും ജനങ്ങൾക്ക് ഇത്രയും വലിയ തുകയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് സർക്കാർ കോടിക്കണക്കിന് രൂപ പ്രീമിയം ഇനത്തിൽ കൃത്യമായി അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ ഈ പദ്ധതി സാമ്പത്തികമായി എങ്ങനെ നടപ്പിലാക്കുമെന്നോ എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നോ പ്രഖ്യാപനത്തിൽ കൃത്യമായി പറയുന്നില്ല. നിലവിലുള്ള കാരുണ്യ പദ്ധതി പരിഷ്കരിക്കുകയാണോ അതോ മറ്റ് സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളെ സംയോജിപ്പിച്ചാണോ ഇത് നടപ്പിലാക്കുക എന്ന കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ആധാർ കാർഡിലെ വിവരങ്ങൾ സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി 2027 ജൂൺ 14 വരെ നീട്ടിയിരിക്കുകയാണ്. മുൻപ് ഇത് 2026 ജൂൺ 15 വരെയായിരുന്നു. ആധാർ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞവർക്ക് തങ്ങളുടെ വിവരങ്ങൾ സൗജന്യമായി പുതുക്കാനുള്ള മികച്ചൊരു അവസരമാണിത്. സ്വന്തമായി മൊബൈലിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ മൈ ആധാർ പോർട്ടൽ വഴി പുതുക്കുന്നവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അതേസമയം അക്ഷയ കേന്ദ്രങ്ങളോ മറ്റ് ആധാർ സേവാ കേന്ദ്രങ്ങളോ വഴി വിവരങ്ങൾ പുതുക്കാനും ബയോമെട്രിക് വിവരങ്ങളും ഫോട്ടോയും അപ്ഡേറ്റ് ചെയ്യാനും സാധാരണ പോലെ നിശ്ചിത ഫീസ് നൽകേണ്ടതുണ്ട്. ആധാറിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനും 10 വർഷം കഴിഞ്ഞവർ ബയോമെട്രിക് ഫോട്ടോയും പുതുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ് ഒതന്റിഫിക്കേഷൻ വഴിയുള്ള സേവനങ്ങളും പുതിയ ആധാർ ആപ്പും നിലവിൽ വന്ന സാഹചര്യത്തിൽ പുതിയ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടാതെ മൊബൈൽ നമ്പർ മാറ്റിയവരും ഇതുവരെ ആധാറുമായി ബന്ധിപ്പിക്കാത്തവരും എത്രയും വേഗം അത് ചെയ്യണം. ഇല്ലെങ്കിൽ പല പ്രധാന ആവശ്യങ്ങൾക്കും ആധാർ ഉപയോഗിക്കാൻ കഴിയാതെ വരും. കുട്ടികളുടെ ആധാർ കാർഡിന്റെ കാര്യത്തിലും രക്ഷിതാക്കൾക്ക് പ്രത്യേക ശ്രദ്ധ വേണം. സ്കൂൾ പ്രവേശനവും സ്കോളർഷിപ്പ് അഡ്മിഷനുകളുമൊക്കെ ആരംഭിക്കുന്ന സമയമാണിത്. 5 വയസ്സിന് മുൻപ് എടുത്ത ആധാർ കാർഡുകൾ 5 വയസ്സ് തികയുമ്പോഴേക്കും 15 വയസ്സിന് മുൻപ് എടുത്തവ 15 വയസ്സ് തികയുമ്പോഴും നിർബന്ധമായും ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഈ കാര്യങ്ങൾ രക്ഷിതാക്കൾ പ്രത്യേകം ഓർക്കുക.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാം ഗഡുവായ 2000 രൂപ ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന അറിയിപ്പുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 4 മാസത്തെ തുകയാണ് ഈ കാലാവധിയുടെ 3ാം മാസമായ ജൂണിൽ അക്കൗണ്ടിലെത്തുന്നത്. എന്നാൽ ഈ തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി കർഷകർ ചില അടിയന്തര കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തവണ കർഷകർ അക്ഷയ അല്ലെങ്കിൽ CSC കേന്ദ്രങ്ങൾ വഴി കരമടച്ച രസീതും തിരിച്ചറിയൽ രേഖകളും നൽകി അഗ്രിസ്റ്റ കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് കർഷക ID നിർബന്ധമായും എടുക്കണം. കൂടാതെ KYC, ലാൻഡ് സീഡിംഗ്, ബാങ്ക് അക്കൗണ്ടിലെ ആധാർ DBT അനുമതി എന്നിവ പൂർണ്ണമാണെന്ന് pmkisan.gov.in പോർട്ടലിലെ നോ യുവർ സ്റ്റാറ്റസ് വഴി ഉറപ്പുവരുത്തുകയും വേണം. അർഹമല്ലാത്തവരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഒരേ കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം പേർ ആനുകൂല്യം വാങ്ങുന്നവരുടെയും 2019 ഫെബ്രുവരിക്ക് ശേഷം ഭൂമി കൈമാറ്റം കിട്ടിയവരുടെയും അക്കൗണ്ടുകൾ വേരിഫിക്കേഷനായി ഇപ്പോൾ താൽക്കാലികമായി തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർഷകർ പുതുക്കിയ ബെനിഫിഷ്യറി ലിസ്റ്റ് പരിശോധിച്ച് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ജൂൺ മാസത്തെ പണമിടപാടിന് മുൻപായി വില്ലേജ് ഓഫീസുമായോ കൃഷിഭവനുമായോ ഹെൽപ്പ് ഡെസ്ക് വഴിയോ ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ക്ഷേമ പെൻഷൻ 2ാം ഘട്ട വിതരണത്തിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. മെയ് 26ാം തീയതി മുതലാണ് തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയത്. നമുക്ക് കൃത്യമായി ലഭിക്കേണ്ട ആനുകൂല്യത്തിൽ 2000 രൂപ വീതം ഇതിനകം തന്നെ പലരുടെയും അക്കൗണ്ടുകളിൽ വന്നിട്ടുണ്ടാകും. എന്നാൽ ഇതുകൂടാതെ സംസ്ഥാനത്തെ 9 ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം പ്രത്യേകമായിട്ടാണ് ലഭിക്കുക. അതായത് പെൻഷൻ തുക പരിശോധിക്കുമ്പോൾ 200 രൂപയോ 300 രൂപയോ അല്ലെങ്കിൽ 500 രൂപയോ കുറഞ്ഞു വന്നവർ ഉണ്ടാകും. നമുക്ക് ലഭിക്കേണ്ട ഈ കുറവ് വന്ന തുക കേന്ദ്ര സർക്കാർ നൽകേണ്ട വിഹിതമാണ്. ഈ തുക നിങ്ങളുടെ ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. പെൻഷൻ ഗുണഭോക്താക്കളുടെ കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പക്കലുള്ളതുകൊണ്ട് തന്നെ അവരുടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അക്കൗണ്ട് ഏതാണോ അതിലേക്ക് തുക ഓട്ടോമാറ്റിക്കായി എത്തിച്ചേരും. സാധാരണയായി ഈ സംവിധാനം വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരാൻ ഒരാഴ്ചത്തോളം സമയമെടുക്കാറുണ്ട്. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ തുക വിതരണം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളതിനാൽ വരും ദിവസങ്ങളിൽ തന്നെ ബാക്കി തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇതിനകം തുക ലഭിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അത് ബാക്കിയുള്ളവർക്ക് തുക വൈകാതെ ലഭിക്കുമെന്നൊരു ഉറപ്പ് നൽകാൻ സഹായിക്കും. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ 3 ദിവസം ഇടിവുമായി എത്തി ആശ്വാസമായ സ്വർണ്ണവിലയിൽ ഇന്ന് വെള്ളിയാഴ്ച മെയ് 29-ന് വർധനവ് രേഖപ്പെടുത്തി. 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 145 രൂപ കൂടി 14,450 രൂപയും പവന് 1,160 രൂപ കൂടി 1,15,600 രൂപയുമാണ്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. Please subscribe our channel.